2026 ലോകകപ്പ് ഫുട്ബോളിൽ കളത്തിലിറങ്ങാൻ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി മലയാളി സാന്നിധ്യം. കണ്ണൂർ വളവട്ടണം സ്വദേശിയ തഹ്സീൻ മുഹമ്മദ് ജംഷീദ് എന്ന 19-കാരൻ ഖത്തർ ദേശീയ ടീമിന്റെ പ്രാഥമിക സ്ക്വാഡിൽ ഇടം പിടിച്ചു. 26 അംഗ ഖത്തർ ടീമിലാണ് തഹ്സീൻ ഇടം പിടിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാളി ഫുട്ബോൾ ലോകകപ്പ് ടീമിൽ ഇടം നേടുന്നത്. ഖത്തർ ലീഗ് ടീമായ അൽ ദുഹൈലിന്റെ ഭാഗമായ തഹ്സീൻ സ്റ്റാർസ് ലീഗിൽ കളിച്ച ആദ്യ മലയാളി എന്ന നേട്ടവും തഹ്സീന് കൈവരിച്ചിട്ടുണ്ട്. അവധിക്ക് നാട്ടിലെത്തിയാൽ വളപട്ടണം തങ്ങൾ വയലിലെ പുൽമൈതാനത്തും പയ്യാമ്പലത്തെ മണൽപ്പരപ്പിലും പന്ത് തട്ടുന്ന തഹ്സീൻ ഇത്തവണ ലോകകപ്പ് മൈതാനത്ത് പന്ത് തട്ടും. ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത തഹ്സീൻ കുടുംബത്തോടൊപ്പം 2006 ഖത്തറിലേക്ക് യാത്ര തിരിക്കുന്നത്. നാട്ടിലെത്തുമ്പോഴെല്ലാം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാൻ പഴയ മൈതാനങ്ങളിലേക്ക് ഓടിയെത്താനും ഈ 19-കാരൻ മറക്കാറില്ല. ഖത്തറിലെ യൂത്ത് ടീമുകളുടെ ഭാഗമായ താരം ദേശീയ തലത്തിൽ അണ്ടർ-16, അണ്ടർ-17, അണ്ടർ-19 വിഭാഗങ്ങളിലും കഴിവ് തെളിയിച്ചിരുന്നു. ലെഫ്റ്റ് വിംഗറായ തഹ്സീന് പ്രതിരോധ നിരയെ കബളിപ്പിച്ച് ഗോളടിക്കുന്നതിലാണ് കൂടുതൽ ആവേശം. ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും താരം മിടുക്കനാണ്. ഖത്തറിലെ പ്രശസ്തമായ ആസ്പയർ ഫുട്ബോൾ അക്കാദമിയിലൂടെയാണ് താരം വളർന്നു വന്നത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു തഹ്സീന്റെ ആദ്യ ഏറ്റുമുട്ടൽ. മുൻ കേരള യൂത്ത് താരവും കാലിക്കറ്റ് സർവകലാശാല ടീമിന്റെ ഉപനായകനുമായിരുന്ന ജംഷീദ് തന്നെയാണ് മകന്റെ കുഞ്ഞുപാദങ്ങളിൽ ആദ്യമായി ബൂട്ട് കെട്ടിയത്. ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന ജോപോൾ അഞ്ചേരിക്കൊപ്പം കളിച്ച ജംഷാദിന്റെ ഫുട്ബോൾ പാരമ്പര്യമാണ് മകനിലൂടെ ലോകവേദിയിലേക്ക് എത്തുന്നത്. പരിക്ക് കാരണം സ്വന്തം കരിയർ പൂർത്തിയാക്കാനാകാതെ പോയ പിതാവിന്റെ സ്വപ്നമാണ് മകനിലൂടെ പൂർത്തിയാക്കുന്നത്. ഖത്തറിന്റെ ലോകകപ്പ് ടീമിൽ തഹ്സീൻ ഇടം പിടിച്ചെന്ന വാർത്ത വളപട്ടണത്തിലും കണ്ണൂരിലും ആഘോഷമായി മാറിയിരിക്കുകയാണ്. നാട്ടിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. ഒരു കാലത്ത് തഹ്സീനൊപ്പം പന്തു തട്ടിയ കൂട്ടുകാർ ലോകകപ്പിൽ അവനെ കാണാനുള്ള കാത്തിരിപ്പിലാണ്. ഖത്തർ ജേഴ്സിയിൽ ഒരു മലയാളി താരത്തെ കാണാൻ കഴിയുമെന്നത് മലയാളികൾ ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. കേരളത്തിലെ നാട്ടിൻപുറം മൈതാനങ്ങളിൽ നിന്ന് ആരംഭിച്ച തഹ്സീന്റെ ഫുട്ബോൾ യാത്ര ഇന്ന് ലോക ഫുട്ബോളിന്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ്.